ഇത് ചാണകളുടെ തന്ത്രം. ഇന്നലെ പുതുവത്സര ദിനത്തിൽ വി ഡി സതീശന്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത ഏഷ്യനെറ്റ് സുപ്രഭാതം പരിപാടി മുതൽ ഇദ്ദേഹത്തിന്റെ PR പരിപാടികൾ തുടങ്ങിയിരുന്നു. അങ്ങനെ ആ സുപ്രഭാതത്തിൽ വി ഡി സതീശനും വിനു വിജോണും തമ്മിലുള്ള അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ അവർ കൊടുത്തിരുന്നു. അതിന് കൊടുത്ത പേരായിരുന്നു ചാണക്യതന്ത്രം. ഇത് ചാണക്യതന്ത്രമല്ല, 3 ചാണകൾ ചേർന്നുള്ള തന്ത്രമാണെന്നാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ പോകുന്നത്. ചാണക്യതന്ത്രമല്ല, ഇത് 3 ചാണകൾ ചേർന്നുള്ള തന്ത്രം. അതിൽ ഒന്നാമത്തെ ചാണ വി ഡി സതീശൻ. വി ഡി സതീശന്റെ ആവശ്യപ്രകാരം വിനു വി ജോൺ എന്ന ഏഷ്യനെറ്റിലെ ആ വാർത്താ തൊഴിലാളിയെ മുന്നിൽ നിർത്തി, ഓർക്കുക, ന്യൂസ് റൂമിൽ നിന്നും ഇപ്പോൾ ഗതികെട്ടിവന്മാർ ഈ വി ഡി സതീശനെ പോലെയുള്ളവന്മാരുടെ ഇരിപ്പിടങ്ങളിലും വീടുകളിലും നിരങ്ങാൻ ഇറങ്ങിയിരിക്കുന്നു. അത്ര ഗതികേടിലായി പോയി ഈ മാധ്യമ മേലാളന്മാർ. പദവിയൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന പദവിയാണ്. സാധാരണ റിപ്പോർട്ടർമാർ പോലും പോകാൻ മടിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ മുതിർന്ന മാധ്യമ മുതലാളിമാർ ഇറങ്ങിയിരിക്കുകയാണ് മൈക്കുമായി. പുതുവത്സര ദിനത്തിൽ ഈ ഏഷ്യനെറ്റിലൂടെ ഇവർ ക്രിയേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് ചാണക്യതന്ത്രം. ഭയങ്കര ചാണക്യനാണ് ഈ വി ഡി സതീശൻ. അയാളാണ് ഈ തന്ത്രങ്ങളെല്ലാം മെനയുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കൃത്യമായ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എല്ലാം ഇയാൾ ഉണ്ടാക്കി കഴിഞ്ഞു. 100 സീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഈ പിണറായി വിരുദ്ധ വികാരം അലതല്ലുന്ന ഈ കേരളത്തിൽ ഇവന്മാർ അനങ്ങാതെ പ്രശ്നമുണ്ടാക്കാതെ ചുമ്മാ കിടന്നാൽ പോലും ഒരു 100, 115 സീറ്റ്, 100, 110, 115 വരെ സീറ്റ് കിട്ടുവാനുള്ള സാധ്യത ഇവന്മാർ ഒന്നും ചെയ്തില്ലെങ്കിലും ഇവിടെയുണ്ട്. കാരണം ഈ പിണറായി വിജയൻ അത്രത്തോളം കേരളത്തിലെ ജനങ്ങളെ വെറുപ്പിക്കുന്നു. അത് കോൺഗ്രസ്സുകാരുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ മേന്മ കൊണ്ടോ നേതാക്കന്മാരുടെ പ്രവർത്തന മികവ് കൊണ്ടോ പ്രതിപക്ഷത്തിരുന്നുള്ള ഇവന്മാരുടെ ആ മികവാർന്ന പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ല എന്ന് ഞങ്ങൾ പലയാവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. ഇക്കാര്യം ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പോലും അറിവുള്ള കാര്യമാണ്. ഇപ്പോൾ പറയുന്നത് ഈ 100 സീറ്റ് എന്ന് പറയുന്നത് വി ഡി സതീശൻ പണ്ട് മുതലേ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇത് ചാണക്യനാണ്, ചാണക്യതന്ത്രമാണെന്നൊക്കെയാണ് പറയുന്നത്. അന്നേരം ഇപ്രകാരമുള്ള ഈ നറേറ്റീവ് സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നത് പ്രധാനമായും ഈ ഏഷ്യനെറ്റിനെ വിലക്കെടുത്ത് ഈ വിനു വി ജോണിനെ കൊണ്ടാണ്. വിനു വി ജോണാണ് ഈ ചർച്ചകളിലെല്ലാം ആസൂത്രണം ചെയ്യുകയും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വി ഡി സതീശന്റെ PR കൈകാര്യം ചെയ്യുന്ന ഒരു മുതിർന്ന പഴയ ഒരു മാധ്യമപ്രവർത്തകനുണ്ട്. അദ്ദേഹമാണ് വി ഡി സതീശന് വേണ്ടി ഇത്തരം ആസൂത്രണങ്ങൾ ചെയ്യുന്നത്. അയാൾ ഈ വി ഡി സതീശന്റെ PR ഏറ്റെടുത്ത അയാൾ വിനു വി ജോണിനെ കൊണ്ട് ഈ വി ഡി സതീശന് അനുകൂലമായുള്ള അന്തിച്ചർച്ചകൾ സംഘടിപ്പിക്കുന്നു. ആ അന്തിച്ചർച്ചയ്ക്ക് വി ഡി സതീശനെ അനുകൂലിച്ച് പറയുവാൻ പറ്റാവുന്ന പൊടിപാറ്റിയെയും മറ്റ് കക്ഷികളെയും ഒക്കെ ഇറക്കി ഇങ്ങനെ വി ഡിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള 2026 എന്ന് പറയുന്നത് ഇയാളുടെ വർഷമാണ് എന്ന തരത്തിൽ അന്തിച്ചർച്ചകൾ നടത്തി ഇയാളുടെ ഇമേജ് ബിൽഡിംഗ് എക്സസൈസ് നടത്തുന്നു. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടുകയും ചെയ്യുന്നു. വി ഡി സതീശന്റെ മറ്റൊരു PR ഏജന്റാണ് നമ്മുടെ ശങ്കരം വക്കീലും ഇതേ ഭാഷയാണ് പറയുന്നത്. ചാണക്യതന്ത്രം. അന്നേരം ഇതൊരു യൂണിഫോമിറ്റി ഈ വാക്യങ്ങളിലും വാക്കുകളിലും ഇവന്മാർ ക്രിയേറ്റ് ചെയ്യുന്ന നറേറ്റുകളിലും എല്ലാം വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഇവർ നടത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചെറുപ്പക്കാരുടെ കൂമ്പ് വാട്ടുന്ന ഈ ഡയ്യും പുട്ടിയും അടിച്ച് നടക്കുന്ന ഈ വി ഡി സതീശൻ പറയുകയാണ്, ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ യുവജനങ്ങളേക്കും സ്ത്രീകൾക്കും പ്രാമുഖ്യം നൽകും എന്ന്. ജനങ്ങൾ ഓൾറെഡി മുറിവിളി തുടങ്ങി. ഇതിലെ കടൽക്കിഴവന്മാരെ പുറത്തു കളയുക, മിടുക്കന്മാരായിട്ടുള്ള യുവനേതാക്കളെ കൊണ്ടുവരിക എന്ന് ജനങ്ങൾ എത്രയോ വർഷമായി മുറിവിളി കൂട്ടുന്നു. ഇത് പറയുമ്പോൾ ഇത് ഈ വി ഡി സതീശന് ബാധകമല്ലേ? അന്നേരം അയാൾ പറയുന്നുണ്ട്, ഞാൻ രാഷ്ട്രത്തിൽ ത്യാഗമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും പറയുന്നുണ്ട്, ഞാൻ വേണേൽ ത്യാഗിയാകാൻ തയ്യാറാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വി ഡി സതീശൻ ആദ്യമായി നിങ്ങൾ ത്യാഗമൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ഒരു മാന്യതയോടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പദവി തന്നിട്ടുണ്ട്. നിങ്ങളൊരു നേതാവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ആദ്യം
മാതൃക കാട്ടേണ്ടുന്നത് നിങ്ങളുടെ മണ്ഡലത്തിൽ തന്നെയാണ്. പറവൂർ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സ്വന്തം വീടിരിക്കുന്ന വാർഡിൽ BJP ജയിച്ചു. സ്വന്തം വാർഡിൽ UDF-നെ ജയിപ്പിക്കുവാൻ പോലും കഴിവില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് നിങ്ങളെന്ന് മനസ്സിലാക്കണം. അപ്രകാരമുള്ള നിൽക്കുന്ന ആ കാലുറപ്പിച്ചിരിക്കുന്ന മൂട്ടിലെ മണ്ണൊലിപ്പിച്ചു പോയി എന്നറിയാവുന്ന താങ്കൾ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നത് താങ്കളുടെ പറവൂർ മണ്ഡലത്തിൽ ഇത്തവണ ഏതെങ്കിലും ഒരു യുവനേതാവിന് മത്സരിക്കുവാൻ അവസരം കൊടുക്കണം. അത് രാഹുൽ മാങ്കുട്ടത്തിൽ നിന്ന് തന്നെ കൊടുത്താൽ നല്ലതാണ്. കാരണം താങ്കൾക്ക് തന്നെ അറിയാം, താങ്കൾ അവിടെ ഇത്തവണ ജയിക്കില്ല. കഴിഞ്ഞ 25 വർഷം, അതായത് തുടർച്ചയായി 5 തവണ, ഓരോ തവണയും താങ്കളുടെ ആ ഭൂരിപക്ഷ നില ഉയർന്നു വരുന്നു എന്നുണ്ടെങ്കിൽ അത് നൽകുന്ന ഒരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറായ ഒരു ഇൻഡിക്കേഷനാണ്. 2000 മുതൽ 2001 മുതൽ 2025 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ 5 തവണയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ VD സതീശൻ ജയിച്ചു കയറിയത് CPI എന്ന് പറയുന്ന ആ പാർട്ടി ഈ VD സതീശന്റെ പണം വാങ്ങി ഗുണവും മണവുമില്ലാത്ത ഒരു മനുഷ്യന് പോലും അറിയാൻ വയ്യാത്ത തോൽക്കുവാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ഇട്ടുകൊടുക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇയാൾ ജയിക്കുന്നത്. അതുപോലെ തന്നെ BJP-യും ഈ BDJS-ന്റെ മണ്ഡലം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിരിക്കുകയാണ്. ഈ 5 തവണ ഇവന്മാർ നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങിയിട്ടും ഈ CPI-യോ ഈ ഇടതുപക്ഷമോ BJP-യോ NDA-യോ ഇതിനകത്തൊരു മനസ്സിരുത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം തുടർച്ചയായി 25 വർഷം ഒരു മണ്ഡലത്തിൽ തോക്കുന്നു എങ്കിൽ അതെങ്ങനെയെന്ന് എന്തുകൊണ്ട് ഇവർ ചർച്ചയാക്കിയില്ല, പഠന വിഷയമാക്കിയില്ല? അതിനർത്ഥം കോടികൾ CPI-യും അതുപോലെ BJP-യിലെ ആ സമയത്തെ നേതാക്കന്മാരും വാങ്ങിയിട്ടുണ്ട്. അവന്മാർക്ക് കോടികൾ VD സതീശന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് ഗുണവും മണവും ഇല്ലാത്ത തോൽക്കുവാൻ സാധ്യതയുള്ള ആ സ്ഥാനാർത്ഥികളെ നിർത്തി ഈ VD സതീശന് ജയിക്കുവാനുള്ള അവസരം ഈ കഴിഞ്ഞ 25 വർഷം ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് യുവാക്കൾക്കായി മാറി നിൽക്കണം. ഈ VD സതീശൻ ആദ്യമേ മാതൃക കാണിക്കേണ്ടുന്നത് പറവൂരിൽ നിന്നാണ്. പറവൂർ ഏതെങ്കിലും മിടുക്കന്മാരായ ഒരു യുവ നേതാവിന് മത്സരിക്കുവാനുള്ള അവസരം നിങ്ങൾ അവിടെ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ നിങ്ങൾ ഒരു ത്യാഗിയായി മാറണം. അപ്രകാരം നിങ്ങൾ ഒരു ത്യാഗിയായി മാറിയാൽ ഞങ്ങൾ ഉൾപ്പെടെ നിങ്ങളെ അംഗീകരിക്കും. അതല്ല എങ്കിൽ പെരുന്തച്ചൻ കോംപ്ലക്സ് പാടില്ല എന്ന് പറയുമ്പോൾ പെരുന്തച്ചൻ കോംപ്ലക്സിന് കയ്യും കാലും വെച്ച് നടക്കുന്ന യുവനേതാക്കന്മാരുടെ കൂമ്പ് വാട്ടിക്കളയുന്ന VD സതീശ, നിങ്ങൾ അപ്രകാരം ഒരു പദപ്രയോഗം നടത്തിയത് നിങ്ങളെ സത്യം പറഞ്ഞാൽ നിങ്ങളാണ് മിടുക്കന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ ആ കഴുത്തിൽ ഉളിയിട്ട് തീർക്കുന്ന ആ വലിയ പെരുന്തച്ചൻ കോംപ്ലക്സ് ഉള്ള നിങ്ങൾ സ്വയം നന്നാകണം. നിങ്ങൾ ഇത്തവണ മാറി നിൽക്കണം. നിങ്ങൾ ഇവരെയെല്ലാം ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു നേതാവായി കഴിഞ്ഞാൽ, ഒരു ത്യാഗിയായി മാറിക്കഴിഞ്ഞാൽ ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. അതുകൊണ്ട് ഇത് ചാണക്യ തന്ത്രമല്ല, 3 ചാണകളുടെ തന്ത്രമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഈ 3 ചാണകൾ എന്ന് പറയുന്നത് ഏഷ്യനെറ്റിലെ ആ അധപ്പതിച്ചു പോയ ആ വിനു വി ജോൺ എന്ന് പറയുന്ന ഇത്രയും ഗതികേട്, എനിക്ക് തോന്നുന്നു ഇനി അയാൾക്ക് വേറൊരു മാധ്യമത്തിൽ പോയാൽ പണിയൊന്നും കിട്ടത്തില്ല. ഒന്നെങ്കിൽ മറ്റേ സൈഡ് ബിസിനസ്സായി ഈ PR പണി ചെയ്യുന്നു, അതല്ലെങ്കിൽ ഗതികെട്ട് മുതലാളി പറഞ്ഞിട്ട് പോയി ഈ പണി ചെയ്യുന്നു. 2 തന്നെയാണേലും ഇതിനെ വിളിക്കാൻ പറ്റാവുന്ന ഒരേ ഒരു പേര് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ആ പണിയാണ് വിനു വി ജോൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് VD സതീശനു വേണ്ടി. അതുപോലെ കേസില്ലാ വാക്കേലി ശങ്കരനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ പണി തന്നെയാണ്. അതുകൊണ്ട് ഇത് ജനങ്ങൾ തിരിച്ചറിയണം. ഇത് ചാണക്യതന്ത്രമല്ല, ഇത് ചാണകളുടെ തന്ത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ഇത്തവണ നമ്മളെല്ലാം ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നത് ഈ 2 പാർട്ടികളോടും, ഇടതുപക്ഷത്തോടും NDA-യോടും പറയുവാനുള്ളത്, നിങ്ങൾ പറവൂരെന്ന ആ മണ്ഡലത്തിൽ മാത്രം നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ UDF-ന്റെ അതല്ലെങ്കിൽ ഈ കേരളത്തിലെ ജനങ്ങൾ വെറുക്കുന്ന, അല്ലെങ്കിൽ ഒരു പിണറായിസത്തിന് ശേഷം ഒരു സതീശനിസത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുള്ള ഈ വൃത്തികെട്ടവനെ നിങ്ങൾക്ക് ഇല്ലാതാക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ സുവർണാവസരമാണ് ഇത്തവണ പറവൂരിൽ വരുന്നത്. മുന്നിൽ നിന്ന് നയിക്കുന്നവനെ തന്നെ പെടത്തുവാനുള്ള ഏറ്റവും നല്ല സുവർണാവസരമാണ് ഉണ്ടാകുന്നത്. പറവൂരിൽ CPI-യുടെ കയ്യിൽ നിന്നും CPM ആ സീറ്റ് പിടിച്ചെടുക്കണം. കഴിഞ്ഞ 25 കൊല്ലം പരാജയം മാത്രം സമ്മാനിച്ച അവർക്ക് പറയുവാൻ യാതൊരു വോയിസുമില്ല. CPI നേതൃത്വം
ഈ വി.ഡി. സതീശന്റെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിയിട്ടാണ് ഗുണവും മണവും ഇല്ലാത്ത സ്ഥാനാർത്ഥികളെ ഇട്ടുകൊടുത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 5 കൊല്ലത്തെ ആ പരാജയത്തിന് കാരണം ആ CPIക്ക് നൽകിയ സീറ്റാണ്. അവരിട്ട കഴിവില്ലാത്ത സ്ഥാനാർത്ഥികൾ കൊണ്ടാണ് വി.ഡി. സതീശൻ ജയിച്ചു കയറിയതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ആ സീറ്റ് CPIയുടെ കയ്യിൽ നിന്നും CPM പിടിച്ചെടുക്കണം. നല്ല മിടുമിടുക്കന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ, പറ്റുമെങ്കിൽ സ്വരാജിനെ തന്നെ ഇട്ടുകൊട്. സ്വരാജിനെ പോലെയുള്ള, മിനിമം സ്വരാജിനെ പോലെയെങ്കിലുമുള്ള മിടുക്കന്മാരായ ആളുകളെ പറവൂരിൽ ഇട്ടുകൊടുക്കുക. അതുപോലെ BJPയും ചെയ്യേണ്ടുന്നത്, വാർഡിൽ പ്രതിപക്ഷ നേതാവിന്റെ വാർഡിൽ BJP ജയിച്ചു. നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ BJPക്ക് വളരെ സാധ്യതയുള്ളൊരു മണ്ണാണത്. BJPയിലെ നല്ല മിടുമിടുക്കന്മാരായ, നല്ല മുതിർന്ന നല്ല നേതാക്കന്മാരെ അവിടെ ഇട്ടുകൊടുക്കുക. ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കുക. വിജയം നിങ്ങളുടേതാവും. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറവൂരിൽ മത്സരിക്കുവാൻ വന്നാൽ അത് ഒരിക്കലും അയാളുടെ മനസ്സോടെ ആയിരിക്കത്തില്ല. ഈ പ്രസ്ഥാനത്തെ അത്രയേറെ സ്നേഹിക്കുന്ന രാഹുൽ പറവൂരിൽ മത്സരിക്കുവാനായി എത്തുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. രാഹുൽ അത് 1% പോലും മനസ്സോടെ ആയിരിക്കില്ല. രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കി, രാഹുലിനെ ഒന്നുമല്ലാതാക്കി, രാഹുലിനെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ കൈവിട്ട് ശത്രുക്കൾക്ക് കൊല്ലാൻ എറിഞ്ഞു കൊടുത്ത് ഇത്രയും തേജോവധം ചെയ്യുമ്പോൾ പോലും ഒരു കോടതി, ഒരു കീഴ്ക്കോടതിയുടെ ഒരു ഡിസിഷൻ, ഒരു മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ഒരു വിധി വന്നപ്പോൾ പോലും രാഹുലിനെ പുറത്താക്കിയ ഈ പ്രസ്ഥാനത്തോടുള്ള ഇവർ കാണിച്ച ഈ നെറികേടിന് ജനങ്ങളുടെ ആവശ്യപ്രകാരം രാഹുൽ പറവൂരിൽ വന്നു നിന്നാൽ രാഹുൽ നല്ല ശതമാനം വോട്ടും പിടിക്കും. അത് രാഹുലിനെ വിജയിപ്പിക്കുകയോ അതല്ലെങ്കിൽ മറ്റുള്ള 2 പേരിൽ ആരെങ്കിലും ഒരാൾക്ക് അത് വളമാകുകയോ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രാഹുലിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരോട് ഇത്രയുമെങ്കിലും അദ്ദേഹം പ്രതികരിക്കണമെന്നാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ ITV ന്യൂസ് റിയാക്ട് ഫോർ ലൈറ്റിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളിലൂടെ ഈ വിനു ജോണിനെ പോലെയുള്ള ഈ PR വർക്ക് ചെയ്യുന്ന ഇവന്മാരുടെ ഈ ചാനലിൽ കൂടെ കേൾക്കുന്നത് ആരും വിശ്വസിക്കരുത്. ഇതിവന്റെ പണം മേടിച്ചിട്ട് ചെയ്യുന്ന PR ക്യാമ്പയിൻ ആണെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ സ്പന്ദനങ്ങൾ, അവരുടെ ആ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ITV ന്യൂസ് റിയാക്ട് ഫോർ ലൈറ്റിലൂടെ ഇവിടെ കേൾക്കുന്ന സാധാരണ ജനങ്ങളുടെ പ്രതികരണങ്ങളാണ്. ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ്. ഇതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തേണ്ടവർ വരുത്തിക്കൊള്ളുക. ഇനി ഒരു അവസരം കിട്ടില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഏഷ്യാനെറ്റിലൂടെയും ഈ നമ്മുടെ ശങ്കരൻ വക്കീൽ പറയുന്നതും ഇത് ചാണക്യതന്ത്രമല്ല, 3 ചാണകളുടെ തന്ത്രമാണെന്ന് മനസ്സിലാക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.